പട്ടണക്കാട് പഞ്ചായത്ത് 1-ാം വാർഡ് ലൈറ്റ് ഹൗസ് എന്നാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത്. ആ വാർഡിലെ വർഷങ്ങളോളമായിട്ടുള്ള പ്രശ്നമാണ് മണൽ ഇല്ലായ്മ. സാധാരണ ഇവിടെ ചെയ്തു വരുന്നത് മണൽ അന്ധകാരനഴിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടുമുറ്റം ഉയർത്തുകയാണ്. ശക്തിയായ മഴയ്ക്ക് ശേഷം വീട്ടുമുറ്റം താഴ്ന്നു പോകുന്ന ഒരു പ്രവണത ഇവിടെ കാണാറുണ്ട്. അത് കാരണം മിക്ക വീടുകളുടെയും അടിത്തറ ചിലതിൻ്റേത് കാണാനില്ലാത്ത വിധം നിൽക്കുകയാണ്. പലരും മണ്ണിട്ട് പൊക്കുന്നത് കൊണ്ടാണ് അടിത്തറ കാണാത്തത് എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട്. വസ്തുത അതല്ല. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് വെള്ളം ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുമ്പോൾ ഉപരിതലത്തിലൂടെ എന്നതുപോലെ തന്നെ മേൽഭാഗത്തൂടെ എന്നതുപോലെ തന്നെ മണ്ണിനടിയിലൂടെയും ഉറവകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് അടിയൊഴുക്ക് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ അടിയൊഴുക്കിനെ ഇംഗ്ലീഷിൽ അവർ പറയുന്നത് സോയിൽ പൈപ്പിംഗ് എന്നാണ്. ശരിയായ മലയാളം മൺകുഴൽ പ്രതിഭാസം എന്നാണ്. ഒരു കുഴൽ പോലെ മണ്ണിനടിയിൽ രൂപാന്തരപ്പെടുകയും അതിലൂടെ വെള്ളവും മണ്ണും പടിഞ്ഞാട്ട് ഊർന്നു പോവുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് മൺകുഴൽ പ്രതിഭാസം, അതല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് അല്ലെങ്കിൽ അടിയൊഴുക്ക് എന്ന് പറയുന്നത്. അത് ഈ പ്രദേശത്ത് വളരെ ശക്തിയാണ്. അതിൻ്റെ കാരണം അഴിമുഖമാണ്. ആ അഴിമുഖം തുറന്നു കിടക്കുന്ന അവസരങ്ങളിൽ യഥാർത്ഥത്തിൽ ശക്തിയായ വേലിയിറക്കം ഉണ്ടാകുമ്പോൾ ഇത് വളരെ കൂടുതൽ സംഭവിക്കുന്നു. തൊട്ട് കിഴക്ക് വശത്ത് ഒട്ടേറെ പാടങ്ങളാണുള്ളത്. ആ പാടങ്ങളിൽ ജലം നിറഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ സമ്മർദ്ദവും ഭൂമിയിൽ ചെന്ന് അതിലൂടെയും ഇതുപോലെ അതിൻ്റെ ഫലമായിട്ടും വെള്ളം അടിയൊഴുക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ മണ്ണ് എവിടെ പോകുന്നു എന്നുള്ളതാണ്. മണ്ണെങ്ങും പോകുന്നില്ല, അത് അന്ധകാരനഴിമുഖത്ത് തന്നെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വർഷങ്ങളോളമായിട്ട്, അതായത് എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മുതൽ തന്നെ അന്ധകാരനഴിയിൽ നിന്ന് കാലാകാലങ്ങളിൽ മണലെടുത്തു കൊണ്ടുവന്ന് മുറ്റമുയർത്തുക, കൃഷിസ്ഥലങ്ങൾ ഭംഗിയാക്കുക, കരിച്ചിറകൾ വീതി പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. പുതിയ താമസ സ്ഥലങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് നികർത്തിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വെള്ളക്കെട്ട് നികർത്തിയതിൻ്റെ പേരിൽ നിവർത്തിലെന്ന് തന്നെ ഇഷ്ടം പോലെ വീട്ടുപേരുകൾ, നിവർത്തിൽ, പുത്തന്തറ, പഴയചിറ, ഇങ്ങനെയൊക്കെ ഒരുപാട് വീടുകൾ തന്നെ, വീട്ടുപേരുകൾ തന്നെയുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഈ മണലിട്ട് ഉയർത്തി എടുക്കുന്നതിന് മുമ്പുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ മണലിട്ട് ഉയർത്തി അല്ലെങ്കിൽ മണലിട്ട് നികത്തി ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭൂരിപക്ഷം താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ തറയ്ക്കും കാര്യമായ ഉറപ്പ് കാണുകയില്ല. അതിൻ്റെ ഫലമായിട്ടും താഴ്ച ഉണ്ടാകാം. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് 2 കോളനികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിയ്യാത്ര കോളനിയാണത്. 1967-69 ഉണ്ടായതാണ്. അവിടെ വെറും ഒരു വെള്ളച്ചാലായിരുന്നു. അതിനെ പറയുന്നത് പുത്തൻമുറി ചാൽ എന്നാണ്. ആ ചാല് കംപ്ലീറ്റായിട്ട് നികത്തിയിട്ടാണ് അവിടെ ഇന്ന് 10-100 പേർ താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് അഞ്ചങ്കതറയ്ക്ക് പടിഞ്ഞാറ് വശം തെക്കേക്കാടിൻ്റെ കിഴക്ക് വശം ഒരു വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ. അതും നികത്തിയാണ് ആളുകൾ താമസ സ്ഥലം കണ്ടെത്തിയത്.
വളരെ അത്ഭുതകരമായിട്ട് തോന്നാം ഇക്കാര്യം. പക്ഷേ അന്ധകാരനഴിയിൽ നിന്ന് മണലെടുക്കുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഒരു നിയന്ത്രണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കടക്കരപ്പള്ളി, കുത്തിയതോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പോലും വള്ളങ്ങൾ വന്ന് ഈ മണൽ എടുത്തുകൊണ്ട് പോയിരുന്നു. അത് അവിടങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള പാട്ടിൽ അത് ചെയ്യുന്നു. കടൽപ്പുറത്ത് തന്നെ തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ റോഡിന് പടിഞ്ഞാറ് വശമുള്ളവരാണെങ്കിൽ അവർക്ക് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യുന്നത്? തൊട്ട് പടിഞ്ഞാറ് വശം, അതായത് അവരുടെ കടൽ ഭിത്തിയുടെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് നിന്നും മണ്ണെടുത്ത് മുറ്റം ഉയർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇതുപോലെ മുറ്റം ഉയർത്തുന്നതിനും അതുപോലെ കൃഷിസ്ഥലങ്ങൾ കൂടുതൽ ഭംഗിയാക്കുന്നതിനുമൊക്കെ മണലെടുക്കാറുണ്ട്. എന്നാൽ CRZ സോണായി പ്രഖ്യാപിച്ചതോടുകൂടി മണലെടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ട് മണലെടുക്കാതായി. മണൽ കൊണ്ട് കടപ്പുറം നിറഞ്ഞു. അതോടൊപ്പം തന്നെ ഭൂമി താഴ്ന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഇതുമൂലം ആളുകൾ വളരെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവർ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. ആ പ്രക്ഷോഭങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരം. ചില രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുകയുണ്ടായി. ചിലർ സമരപ്രഖ്യാപനങ്ങൾ നടത്തി. എന്നിട്ടെന്ത്? ഇന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ എല്ലാ തീരപ്രദേശങ്ങളിലും അഴിമുഖങ്ങൾ ഉള്ളിടത്തെല്ലാം ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്ര, തമിഴ്നാട് ഇതുപോലുള്ള പ്രദേശങ്ങളിലുണ്ട്. അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് CRZ സോണിൽ പെട്ടതാണെങ്കിൽ പോലും മണലെടുക്കുന്നതിനുള്ള അനുവാദം വാങ്ങുകയുണ്ടായി. ആ ഉത്തരവ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പലരും ഇട്ടിട്ടുണ്ട്, പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു പരിപാടി യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് നടത്തിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ പരിഹാരത്തിനായിട്ട് ഈ നാട്ടുകാർ വളരെ ആഗ്രഹിക്കുകയാണ്. മണലില്ലാതെ ഒരു കാരണവശാലും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ പറമ്പുകൾക്ക്. അതുപോലെ പുതിയ വീടുകൾ എന്തുമാത്രമാണ് വന്നിരിക്കുന്നത്. ലൈഫിൽ ഉൾപ്പെടുത്തി തന്നെയാണെങ്കിലും ഒട്ടേറെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാം അടിത്തറയിൽ മണലിട്ട് നിറച്ചാണ് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും പൂഴിയൊക്കെ ഇറക്കി കൊണ്ടുവന്ന് വളരെ അകലേന്ന് കൊണ്ടുവന്ന് ഇടാനായിട്ട് സാധിക്കുന്നില്ല. ഇത് സ്വന്തം അധ്വാനം മുടക്കി കടപ്പുറത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംഘർഷം വരെ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ്. ഒരു കൂട്ടർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരവിടെ നിന്ന് മണ്ണെടുക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് എടുക്കുന്നതാണ്, ഈ ഒറ്റ ദിവസം കൊണ്ടല്ല. പക്ഷേ CRZ സോൺ വന്നപ്പോൾ അതിനനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചു പേർ അതിനുവേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത് കാണുന്നില്ല. പക്ഷേ എന്നാലും മണലെടുക്കാൻ സാധിക്കുന്നുമില്ല. അതിൻ്റെ കാരണം അഴി തുറന്നതാണ്. തുറന്നപ്പോൾ അവിടെ ഇരുന്ന മണലുകൾ കോരി മാറ്റപ്പെട്ടു. ഇനിയും വലിയ മൈതാനം പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് ഗവൺമെൻറ് അനുവാദം കൊടുത്താൽ മാത്രമേ ഇവിടുത്തെ ആളുകളുടെ താമസ സ്ഥലം സുസ്ഥിരമാണ് എന്ന് വരികയുള്ളൂ. തോട്ടപ്പള്ളിയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. അവിടെ മണൽ ഖനനത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പം അതിന് ഗവൺമെൻറ് പറയുന്ന ന്യായം എന്താണ്? ന്യായം അത് ആ ഖനനം ഗവൺമെൻറ്റിന് വേണ്ടിയാണ്. ഗവൺമെൻറ്റിന് വേണ്ടി എന്തിനു വേണ്ടി? കരിമണലാണ്. കരിമണൽ നമ്മുടെ നാടിന് ആവശ്യമാണ്, ചില വ്യവസായങ്ങൾക്കൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ്. രണ്ടും CRZ സോണാകുമ്പോൾ അങ്ങനെ ഒരു ഇരട്ടത്താപ്പിൻ്റെ കാരണമില്ല.
അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ആന്ധ്ര ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് അനുവാദം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇവിടെ അനുവാദത്തിനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ഖനനം നടക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് പുതിയ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ തീരപ്രദേശത്തെ താമസ സ്ഥലങ്ങൾ സുരക്ഷിതമല്ലാതായി വരും. നന്ദി, നമസ്കാരം.